ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പിസ്സയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നു. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാൽ കപ്പ് ഇളം ചൂടുപാൽ, ഈസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് അത് മാറ്റി വയ്ക്കുക. 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. 1/2 സ്പൂൺ ഉപ്പ് മതിയായിരിക്കും 1 കപ്പ് മൈദയിലേക്ക്. 1 എഗ്ഗ്, ഒലീവ് ഓയിൽ 3 ടീസ്പൂൺ, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ മാറ്റി വെച്ച മിൽക്ക് മിക്സ്ചർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാവ് നന്നായി കുഴയ്ക്കണം. ഒരു ലൂസ് സ്ട്രക്ചറായിട്ടാണ് ഉണ്ടാവുക. ചപ്പാത്തി മാവ് പോലെ ആവില്ല, കുറച്ചുകൂടെ ലൂസ് സ്ട്രക്ചറിൽ വേണം. ഇതുപോലെ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ അത് മാറ്റി വെക്കുക. ബോൺലെസ് ചിക്കൻ പീസസ് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് സോൾട്ട് ആവശ്യത്തിന്, പെപ്പർ പൗഡർ 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 2 ടീസ്പൂൺ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പതിനഞ്ച് മിനിറ്റ് അത് മാറ്റി വെച്ചതിന് ശേഷം നന്നായി ഫ്രൈ ചെയ്യണം. ഒലീവ് ഓയിൽ 1.5 ടേബിൾ സ്പൂൺ, ചിക്കൻ അതിൽ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്യാം. ഷാലോ ഫ്രൈ ആയതുകൊണ്ട് നമ്മൾ അതിനെ നന്നായി മറിച്ച് ഇട്ട് കറക്റ്റ് വേവ് പാകമാക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതിയാവും. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വരുന്നുണ്ട്. നല്ല പാകമായി തുടങ്ങി. ചിക്കൻ നല്ല പാകമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കോരിയെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച
മാവ് ഇപ്പോൾ നന്നായി പൊങ്ങിയിട്ടുണ്ട്. 6 മണിക്കൂറായപ്പോഴേക്കും അത് നന്നായി പൊങ്ങി പാത്രത്തോട് ഏകദേശം 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്ന പരുവായതുകൊണ്ട് നമുക്ക് കയ്യിലേക്ക് ഒട്ടാതിരിക്കാൻ വേണ്ടി ഒരു ഇത്തിരി ഒലീവ് ഓയിൽ ചേർക്കാവുന്നതാണ്. ഒരു പാനിൽ നന്നായി ഒലീവ് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ പാനിലാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നത്. മാവ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നു. പാനിലേക്ക് വെച്ച് നന്നായിട്ട് പരത്തണം. കുറച്ച് ഒലീവ് ഓയിലൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണത്. നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ച് നന്നായി കുത്തി ഓട്ടാക്കിയിട്ട് കൊടുക്കണം. അതെന്തിനെന്ന് വെച്ചാൽ പിസ്സ മൊത്തത്തിൽ പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പാകമായിട്ടിരിക്കും. മൊത്തത്തിൽ പൊങ്ങി വരാതിരുന്നോളും. മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിസ്സ സോസ് അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിസ്സ സോസ് ഉണ്ടാക്കുന്ന രീതി നമ്മളിതിന് മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും കാണുക. മൊസറല്ല ചീസ് നന്നായി ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാ വശത്തേക്കും ആവുന്ന പോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച് ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്തു. ഓരോ ഭാഗത്തായിട്ട് നമ്മളത് നല്ല ഭംഗിയായിട്ട് വെച്ച് കൊടുക്കണം. അതിലേക്കായി നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച സവാള, ക്യാപ്സിക്കം, ടൊമാറ്റോ എല്ലാം സ്ക്വയർ പീസസ് ആയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചതാണ്. ഇതുപോലെ തക്കാളി എല്ലാം അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് എല്ലാം കളഞ്ഞതുപോലെ വേണം. എന്നിട്ട് നമ്മൾ അതും ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ ഓരോ ഭാഗങ്ങളിലായി വെച്ച് കൊടുക്കണം. വീണ്ടും ചീസ് നന്നായി ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. മൊസറല്ല ചീസ് നന്നായി വേണം പിസ്സയിലേക്ക്. പക്ഷെ നമ്മൾ ഒരു പാക്ക് മൊസറല്ല ചീസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ 1/4 ഭാഗമാണ് നമ്മൾ ഈ ഒരു പിസ്സയിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത്രയൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്താക്കുമ്പോഴാണെങ്കിലും ഒരു 1/4 ഭാഗം മാത്രമേ നമുക്കവിടെ അതിലേക്കായിട്ട് വേണ്ടി വരുന്നുള്ളൂ. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റി അടച്ച് വെച്ച് ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റും പിന്നീട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റും നന്നായി വേവിക്കുക. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമല്ല ബെല്ലൈക്കൺ
പ്രസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്.